ആത്മഹത്യയുടെ വക്കിൽ പൂപ്പാറയിലെ വ്യാപാരികൾ 50 വർഷത്തിലധികമായി പൂപ്പാറയിൽ ചെറുതും വലുതുമായ വിവിധങ്ങളായ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിവന്നിരുന്ന 56 കുടുംബങ്ങളും 32 താമസക്കാരുമാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നത്. പന്നിയാർപുഴയിൽ നിന്നും നിയമപരമായി ദൂരം പാലിക്കാതെയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന കാരണം പറഞ്ഞ് 56 വ്യാപാര സ്ഥാപനങ്ങൾക്കും 22 വീടുകൾക്കും 3 ആരാധനാലയങ്ങൾക്കും ഒഴിഞ്ഞുപോകൽ നോട്ടീസ് നൽകുകയും ഇതിന്റെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് കെട്ടിടങ്ങൾ അടച്ചുപൂട്ടി സീൽ ചെയ്തിരിക്കുകയുമാണ്. ഇതിനെതിരെ വ്യാപാരികൾ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചതിനാൽ തൽസ്ഥിതി തുടരാൻ ഉത്തരവായതിനെ തുടർന്ന് 88 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്ത് കെട്ടിടം പണിതവരും വായ്പയെടുത്ത് കച്ചവടം ആരംഭിച്ചവരുമെല്ലാം പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിത്യവരുമാനം നഷ്ടമായതിനാൽ വീടുകൾ പട്ടിണിയിലും കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം നടത്താൻ നിർവാഹമില്ലാതെ ദുരിതത്തിലുമാണിവർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പെർമിറ്റ് എടുത്ത് NOC വാങ്ങി കെട്ടിടം പണിതും നമ്പർ വാങ്ങിയും വൈദ്യുതി കണക്ഷൻ എടുത്തും വ്യാപാരശാലയ്ക്ക് ലൈസൻസ് എടുത്തും വ്യാപാരം നടത്തിയിരുന്നവരും വീടുകെട്ടി താമസിച്ചവർക്കുമാണ് ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ഗതികേടുണ്ടായിരിക്കുന്നത്. നിലവിൽ നടപടി നേരിടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പുനരധിവാസം എങ്ങും എത്തിയില്ലെന്നുമാണ് പരാതി. പുനരധിവാസം സാധ്യമാകുന്നതുവരെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി നൽകിയാൽ അത്രയെങ്കിലും ആശ്വാസമാകുമെന്നാണ് പൂപ്പാറ നിവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.